ഭക്ഷണക്രമത്തിൽ സ്ത്രീകൾ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട 5 പ്രധാന കാര്യങ്ങൾ. ആദ്യത്തേത് അയൺ അഥവാ ഇരുമ്പ്. പോഷകക്കുറവുള്ള ആഹാരശീലം കൊണ്ടും മാസമുറകളിലെ ബ്ലീഡിങ്ങിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടും 15 മുതൽ 45 വയസ്സ് പ്രായമുള്ള സ്ത്രീകളിൽ അയണിന്റെ കുറവ് കൊണ്ടുള്ള വിളർച്ച ധാരാളമായി കാണപ്പെടുന്നു. ചീര, സോയാബീൻ, തുവരപ്പരിപ്പ്, ചുവന്ന പരിപ്പ്, ഉണക്കമുന്തിരി, ആൽമണ്ട്സ്, ഈന്തപ്പഴം തുടങ്ങിയവയിലും ഇറച്ചി, മീൻ, മുട്ട, ആടിന്റെയും പോത്തിന്റെയും ലിവറിലും ധാരാളം ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. രണ്ടാമതായി വൈറ്റമിൻ B12. നമ്മളുടെ രക്തത്തിലെ കോശങ്ങൾ അതായത് WBC, RBC, പ്ലേറ്റ്ലെറ്റ്സ് തുടങ്ങിയവയുടെ ഉൽപാദനത്തിനും പ്രവർത്തനത്തിനും നാഡീവ്യവസ്ഥയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനും വൈറ്റമിൻ B12 അത്യാവശ്യമാണ്. ഇറച്ചി, മീൻ, മുട്ട, ലിവർ, പാലും പാലുൽപ്പന്നങ്ങളിലുമാണ് വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്നത്. സസ്യസ്രോതസ്സുകൾ വൈറ്റമിൻ B12 പൊതുവെ കുറവാണ്. ആയതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസ് പാലിലും പാലുൽപ്പന്നങ്ങളിലും ആശ്രയിക്കേണ്ടി വരും. മൂന്നാമതായി വൈറ്റമിൻ D. നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ബലത്തിനും ആരോഗ്യത്തിനും ശരീരത്തിലെ കോശങ്ങളുടെ ഉന്മേഷത്തിനും വൈറ്റമിൻ D ആവശ്യമാണ്. ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ കാണപ്പെടുന്ന ഓസ്റ്റിയോപോറോസിസിന്റെ ഒരു പ്രധാന കാരണം വൈറ്റമിൻ Dയുടെ കുറവാണ്. സൂര്യപ്രകാശമാണ് ഇതിന്റെ പ്രധാന സോഴ്സ് എങ്കിലും ഇറച്ചിയിലും മീനിലും മുട്ടയുടെ മഞ്ഞയിലും ലിവറിലും വൈറ്റമിൻ D അടങ്ങിയിരിക്കുന്നു. നാലാമതായി കാൽഷ്യം. ആർത്തവ വിരാമത്തിന് അനുബന്ധിച്ചു വരുന്ന ഈസ്ട്രജന്റെ കുറവ് കാൽഷ്യത്തിന്റെ അപര്യാപ്തത സ്ത്രീ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് മാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ പല രാസക്രിയകൾക്കും കാൽഷ്യം അത്യാവശ്യമാണ്. പാലും പാലുൽപ്പന്നങ്ങളും തന്നെയാണ് കാൽഷ്യത്തിന്റെ പ്രധാന സോഴ്സുകൾ. ഇത് കൂടാതെ റാഗി, കടല, മുതിര, എള്ള്, അഗസ്ത്യചീര എന്നിവയിലും കാൽഷ്യം അടങ്ങിയിരിക്കുന്നു. അഞ്ചാമതായി പ്രോട്ടീൻ. ചോറും ചപ്പാത്തിയും മാത്രം കഴിക്കാതെ എല്ലാ നേരത്തെ ഭക്ഷണത്തിലും ഒരു ഭാഗം പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ നാം ശ്രദ്ധിക്കണം. വൻപയർ, ചെറുപയർ, കടല, പരിപ്പ്, തുവരപ്പരിപ്പ്, ചുവന്ന പരിപ്പ്, ഇറച്ചി, മീൻ, മുട്ട, പാൽ എന്നിവയാണ് പ്രോട്ടീനുകൾ. ഇവ 5ഉം ഉൾപ്പെടുത്തിക്കൊണ്ട് ചിട്ടപ്പെടുത്തുന്നതാവണം ഒരു സ്ത്രീയുടെ ആഹാരക്രമം.